ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കാരണം കുറച്ച് പേരുടെ ജീവിതത്തിലെങ്കിലും മാറ്റങ്ങൾ വരുന്നു എന്നറിയുമ്പോൾ, അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അല്ലേ. നമുക്ക് ഒരാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിലും കൂടെ നല്ല സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്താൻ കഴിയുമെന്ന് പറയുന്നതിന് വലിയ ഭാഗ്യമാണ് അല്ലേ. അത്ര വലിയ എക്സ്പേർട്ടായിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ, പക്ഷേ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞ് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പറഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ഫോൺ നമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റ അതുപോലെ ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഇതിൽ പബ്ലിക്കായിട്ട് നമ്മുടെ നമ്പർ തരിക പറയുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് തരാണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയമാണെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി തരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. അതിലൊരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണണം കേട്ടോ. ആ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പലത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഒരുപാട് സന്തോഷം തരില്ലേ, സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, ശാന്തി ഉണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ ചിലർക്ക് സങ്കടം വരുമ്പോഴായിരിക്കും അവർ അമ്പലത്തിൽ പോകാറുള്ളത്, ചിലർക്ക് സന്തോഷം വരുമ്പോഴായിരിക്കും അമ്പലത്തിൽ പോകാറുള്ളത്. എങ്ങനെയായാലും അവിടെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോസിറ്റീവായി എനർജി നമുക്ക് കിട്ടുന്നത് പോലെയാണ് അല്ലേ തോന്നുന്നത്. എന്ത് വിഷമം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു ഇടം പറയുന്നത് അമ്പലം തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ എല്ലാവരും ഓടിപ്പോകുന്നത് അവിടെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അവിടേക്ക് ഇങ്ങനെ ഓടി ഓടി പോകുന്നത്. പിന്നെ നമ്മൾ ദൈവത്തിനെ മറക്കാൻ പാടില്ല. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അമ്പലത്തിലും കാവിലൊക്കെ പോയി ഒന്ന് തൊഴുതുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ ചേഞ്ചസൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും അമ്പലത്തിലെ പോലെ ശാന്തിയും സമാധാനവും സന്തോഷം എങ്ങനെ വരുത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിന് ആശ്വാസവും സന്തോഷവും സമാധാനവും തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എണീക്കുക, അതിന് ശേഷം നമ്മൾ കുളിക്കുക, വിളക്ക് വെക്കുക, അതെല്ലാം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് കുളിർമകൾ നൽകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുളി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നല്ലൊരു ഫ്രഷായി, അതുപോലെ വിളക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും കേട്ടോ. അതിരാവിലെ വിളക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാകും. നമുക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാനും മനസ്സ് തുറന്ന് നമ്മുടെ കാര്യങ്ങൾ ഭഗവാനോട് പറയാനും, അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് എന്താ പറയുക, ഒരുപാട് തിരക്കുകളൊന്നും കാണില്ല. നേരം വെളുത്ത് വരുമ്പോഴേക്കും നമുക്ക് തിരക്ക് കൂടുതലായിട്ട് വരിക. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ട് ഭഗവാന് അടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങളും ഒക്കെ കുറഞ്ഞു വരാൻ അത് ഒരുപാട് നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എണീക്കുക, വിളക്ക് വെക്കുക, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞ് നമ്മൾ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് എന്താണ് പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്തിഗാനങ്ങൾ രാവിലെ എണീച്ച് കേൾക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പാട്ട് കേൾക്കുന്നത് മനസ്സിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നല്ല നല്ല ഭക്തിപ്പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവായിരിക്കും കേട്ടോ. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് പോസിറ്റീവാകാൻ തന്നെ കാരണം പറഞ്ഞാൽ അവിടുത്തെ പാട്ടും അതുപോലെ വിളക്കുകളും അതുപോലെ മാല ചാർത്തലും എല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒരുപാട് കുളിർമ നൽകും അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് പറ്റുന്ന
പറ്റുന്നത് പോലെയൊക്കെ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറയുന്നത്, വീട്ടിൽ പോസിറ്റീവായിരിക്കുമ്പോഴാണ് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നത് അല്ലേ. അതിന് നമ്മൾ മാവിൽ തോരണം നമ്മുടെ ഫ്രണ്ട് ഡോറിൽ കെട്ടാറുണ്ട്. അതും നല്ലൊരു പോസിറ്റീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ വൈകുന്നേരം മാവില തോരണം കെട്ടുകയാണെങ്കിൽ അത് നല്ലൊരു പോസിറ്റീവായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സുഗന്ധങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താ പറയുക, സാമ്പ്രാണി, അതുപോലെ ദശാങ്കം ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ ആദ്യം തന്നെ നമ്മൾ ദശാങ്കം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പുകയ്ക്കുന്നത് നല്ലൊരു മണം ഉണ്ടാകും കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അത് ചെയ്യുക, ചന്ദനത്തിരി കൊളുത്തി വയ്ക്കുക, അതുപോലെ കർപ്പൂരം കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പോസിറ്റീവ് തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ രാവിലെ നേരത്തെ ചെയ്യുകയാണെങ്കിൽ രാവിലെ തന്നെ ഒരു അമ്പലത്തിൽ പോയതിൻ്റെ ഫീല് നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾ പറയുന്നത് നാലാമത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റാൽ തന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. നമ്മൾ അമ്പലത്തിൽ പോയാൽ എങ്ങനെയാണ്, നമ്മൾ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ, അധികം സംസാരിക്കില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് നേരം സംസാരിച്ചിരിക്കില്ല. കൂടുതലായിട്ടും ഭക്തിയോടെ ആയിരിക്കും നമ്മളവിടെ നിൽക്കുന്നുണ്ടാകുക. ഭഗവാനെ ആണെങ്കിലും ഭഗവതിയാണെങ്കിലും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരം കുറയ്ക്കും തോറും നമുക്കിടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് സന്തോഷം നൽകും കേട്ടോ. പിന്നെ അതുമാത്രമല്ല, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ രാവിലെ എണീറ്റ് സംസാരിക്കണമെങ്കിൽ അതും ഒരുപാട് പോസിറ്റീവായിരിക്കും നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നത്, രാവിലെ ആയാലും ശരി എപ്പോഴായാലും ശരി നമ്മുടെ വീട്ടിൽ ഒരുപാട് സന്തോഷവും സമാധാനവും പോസിറ്റിവിറ്റിയും നിറഞ്ഞിരിക്കുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത് അല്ലേ. അങ്ങനെ വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് നമ്മൾ തന്നെ വേണം അത് കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ സന്തോഷമായിട്ടും ഇരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതിന് ഏറ്റവും പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് അനാവശ്യ സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നതാണ് കേട്ടോ. അത് ഒഴിവാക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അഞ്ചാമത്തെ ടിപ്പാണ്. ഉച്ചത്തിൽ സംസാരിക്കുന്നതും പരസ്പരം വഴക്കടിക്കുന്നതും ഒഴിവാക്കുക കേട്ടോ. നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വഴക്കടിക്കാൻ നോക്കുക ഇല്ല. അതുപോലെ ഒരുപാട് ഉയർച്ചയല്ല, ഉച്ചത്തിൽ സംസാരിക്കാൻ നോക്കുക ഇല്ല. അവിടെ നമ്മൾ എന്താ ചെയ്യുക, മാക്സിമം നമ്മൾ ദൈവത്തിനോട് അടുത്ത് എത്തേണ്ട രീതി പോലെ ആയിരിക്കും നമ്മൾ നിൽക്കാറുള്ളത് അല്ലേ. അത്രയും ഭക്തിയോടെ ആയിരിക്കും നമ്മൾ നിൽക്കാറുള്ളത്. അപ്പോൾ അത്രയും ഭക്തിയോടെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും വീട് ശ്രദ്ധിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അമ്പലത്തിലെ പോലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക കാര്യം നമ്മുടെ വീട്ടിലും നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കുന്നതും പരസ്പരം വഴക്കടിക്കുന്നത് നമ്മൾ രാവിലെ നേരം ഒഴിവാക്കുന്നത് നല്ലതാണ്. സംസാരിക്കാൻ നമുക്ക് വീണ്ടും സമയമുണ്ടാകും. ആ സമയത്ത് നമ്മൾ സംസാരിക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റുള്ളവരുടെ ദേഷ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അവരോട് ഉച്ചത്തിൽ സംസാരിക്കുക. അതൊക്കെ ചിലവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും. അത് രാവിലെ തന്നെ പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് തൽക്കാലത്തേക്ക് രാവിലെ പറയുന്നത് മാറ്റിയിട്ട് പിന്നെ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് സമാധാനത്തിൽ പറഞ്ഞ് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് ആറാമത്തെ ടിപ്പാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത് എല്ലാവരും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ മാക്സിമം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സിനെ എന്നും പോസിറ്റീവായി ചിന്തിക്കാൻ നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. പോസിറ്റീവായി ചിന്തിക്കുക പറയുമ്പോൾ അത് കുറച്ച് കഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വലുത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ പഠിപ്പിച്ചെടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് ഏഴാമത്തെ കാര്യമാണ് കേട്ടോ. ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ആളുടെ അടുത്തും ഓവറായിട്ട് അധികാരം കാണിക്കാണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ട്. അത് തന്നെയാണ് നമ്മൾ ഒന്നുകൂടെ പറയുന്നത് കേട്ടോ.
നമ്മൾ ചിലപ്പോൾ കുട്ടികളോടായാലും ചിലപ്പോൾ ഒരുപാട് നിലവിളിച്ചിട്ടൊക്കെ നമ്മൾ അവരെ ഉണർത്താറുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ ആദ്യം മെല്ലെ വിളിക്കും, പിന്നെ ഒന്നുകൂടെ വിളിക്കും, പിന്നെ പേര് വിളിക്കും, പിന്നെ നിലവിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതവർക്ക് ഭയങ്കരമായിട്ട് ഒരു മൂഡ് ഓഫ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരോടായാലും ശരി, വേറെ ആരോടായാലും ശരി, വീട്ടിലുള്ളവരോടായാലും ശരി, അധികാരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ചിലർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ രാവിലത്തെ സന്തോഷത്തിനും, ഏഴാമത്തെ ടിപ്പാണ്, രാവിലത്തെ സന്തോഷത്തിനും ദിവസം മുഴുവനുള്ള സമാധാനത്തിനും വേണ്ടി രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരാനും സമാധാനം കൊണ്ടുവരാനും എല്ലാം നമുക്ക് സാധിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്നും ഭഗവാന്റെ അടുത്ത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് ഇല്ല കേട്ടോ. അതെല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്ത് തീർക്കേണ്ടതുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും, അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകും. അപ്പോൾ എന്നും നമുക്ക് രാവിലെ പോയി ഭഗവാന്റെ അടുത്ത് തൊഴുതിയിട്ട് വരാനുള്ള സമയം നമുക്ക് കിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഭഗവാനെ ഒരിക്കലും മറക്കരുത്. നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നമുക്ക് എന്തായാലും സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മുടെ വീട്ടിൽ ഭഗവാനെ വിളക്ക് വെച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ എവിടെ ഇരുന്നായാലും ഭഗവാൻ അതിനുള്ള അനുഗ്രഹം നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മാസത്തിൽ ഒരു ദിവസം അമ്പലത്തിലോ കാവിലോ ഒക്കെ പോയി മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക, ഭഗവാനെ മറക്കാതിരിക്കുക, നമുക്കാകുന്ന ഒരു വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ അമ്പലത്തിലോ കാവിലോ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നമുക്കാകുന്ന സംഭാവനകൾ നൽകുക. ഇതൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓരോ വിശേഷങ്ങൾ വരുമ്പോൾ എന്തായാലും അന്നദാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് വേറൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പാക്കറ്റ് ഉപ്പെങ്കിലും നമ്മുടെ വകയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഗ്രഹം വേറെ തന്നെയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ സാമ്പത്തികം അതിനനുസരിച്ച് നമ്മൾ ഭഗവാന് അതിന്നൊരു പങ്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു കുറവും വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അമ്പലത്തിൽ പോകുമ്പോൾ വളരെ നിശബ്ദതയോടും സന്തോഷത്തോടും അതുപോലെ തന്നെ സംസാരം കുറച്ചും അനാവശ്യ സംസാരം കുറച്ചും ഒക്കെയാണ് നമ്മളവിടെ ഭക്തിയോടെ ഇരിക്കുന്നത് അല്ലേ. അതേ കാര്യങ്ങൾ രാവിലെ നമ്മുടെ വീട്ടിൽ കുറച്ചൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതേ സന്തോഷവും സമാധാനവും നമ്മുടെ വീട്ടിലും ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.